പാലക്കാട് പോത്തുണ്ടി സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി. കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെ തെളിഞ്ഞു. മറ്റന്നാളാണ് ശിക്ഷാവിധി. ചെന്താമരയ്ക്ക് കടുത്ത ശിക്ഷ നൽകണമെന്ന് സജിതയുടെ കുടുംബം പറഞ്ഞു. അരമണിക്കൂർ നീണ്ട കോടതി നടപടിക്കിടെയാണ് സജിത കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. പോലീസ് കണ്ടെത്തിയ കുറ്റങ്ങളെല്ലാം പ്രതി ചെയ്തുവെന്ന് ജഡ്ജ് കെനത്ത് ജോർജ് പ്രസ്താവിച്ചു. ഭാവഭേദങ്ങളില്ലാതെ വിധി കേട്ട ചെന്താമര വിധിയെക്കുറിച്ച് ഒന്നും പറയാനില്ലെന്ന് കോടതിയെ അറിയിച്ചു. വിധിയെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിനും മൗനമായിരുന്നു ചെന്താമരയുടെ മറുപടി. 2019 ഓഗസ്റ്റ് 31 നെന്മാറ പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശിനി സജിതയെ ചെന്താമര കൊലപ്പെടുത്തിയത്. ഭാര്യയും മകളും തന്നെ വിട്ടുപോയത് സജിത കാരണമാണെന്ന സംശയത്തെ തുടർന്ന് വീട്ടിൽ കയറി മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് സജിതയെ ആക്രമിക്കുകയായിരുന്നു. കൃത്യത്തിന് ശേഷം ഒളിവിൽ പോയ ചെന്താമരയെ സാഹസികമായി പിടികൂടി പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വിചാരണ തടവുകാരനായിരിക്കെ ജാമ്യത്തിലിറങ്ങിയ ചെന്താമര പകതീരാതെ സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരന്റെ അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി. 2020 പോലീസ് സജിത കൊലക്കേസിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് സാക്ഷി വിസ്താരം തുടങ്ങിയത്. ചെന്താമരയ്ക്ക് കടുത്ത ശിക്ഷ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കൊല്ലപ്പെട്ട സജിതയുടെയും സുധാകരന്റെയും മക്കൾ പ്രതികരിച്ചു. കനത്ത ശിക്ഷ കിട്ടട്ടെ, ആശ്വാസമുണ്ട്. എന്നാലും നമുക്ക് 16-ാം തീയതിയല്ലേ അറിയുള്ളൂ ശിക്ഷ എന്താ കിട്ടണം. അതിനിടെ ചെന്താമരയെ ഭയന്ന കേസിലെ പ്രധാന സാക്ഷിയായ പോത്തുണ്ടി സ്വദേശിനി പുഷ്പ തമിഴ്നാട്ടിലേക്ക് താമസം മാറ്റി. റിപ്പോർട്ടർ, പാലക്കാട്.